ഹലോ ഗൈസ്, ഞാൻ അൽജോ. സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ 2 വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സീരീസിൻ്റെ തന്നെ തുടക്കത്തിൽ. സോ ആ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ കൂടി നിങ്ങൾ കാണാൻ വേണ്ടി പരിശ്രമിക്കുക. അതിനകത്ത് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്നും അതിനകത്ത് ഡിഫറൻറ്റ് പാർട്ടിസിപ്പൻസ് ആരാണെന്നും അതേപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ വർക്കിംഗ് എന്താണെന്നും ഒരു കമ്പനി എന്താണെന്നും അതിൻ്റെ ഷെയർ എന്താണെന്നും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള വീഡിയോസ് ആയിരുന്നു. സോ ആ വീഡിയോ തൊട്ട് നിങ്ങൾ കണ്ടു തുടങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആ കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക. സോ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചുള്ള ഒരു എൻഡ് ടു എൻഡ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങളെ ഡെഫിനറ്റ്ലി ആ വീഡിയോസ് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ അപ്പം ഇനി നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് പറയാൻ പോകുന്നത് ബ്രോക്കേഴ്സിനെ കുറിച്ചാണ്, സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ബ്രോക്കേഴ്സ്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാം. അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം, തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതൊന്ന് എനേബിൾ ചെയ്ത് വെക്കുന്ന കാര്യം കൂടെ പരിഗണിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അതേപോലെ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന സജഷൻസ്, ഡൗട്ട്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം കൂടെ പരിഗണിക്കുക. അപ്പം നമുക്കിനി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നമ്മുടെ വീഡിയോയ്ക്കകത്തേക്ക് പോകാം. നമ്മൾ ഇതിന് മുമ്പിലത്തെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ പലതരത്തിലുള്ള പാർട്ടിസിപ്പൻസ് ഉണ്ടെന്നുള്ളത്. ആരൊക്കെയായിരുന്നു? പബ്ലിക്കലി ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസ് ഉണ്ട്, സ്റ്റോക്ക് മാർക്കറ്റിനകത്ത് അതേപോലെ തന്നെ ബ്രോക്കേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, സെബി ഉണ്ട്, സെറ്റിൽമെൻറ്റ് ബാങ്ക്സ് ഉണ്ട്, ഡെപ്പോസിറ്ററീസ് ഉണ്ട്. ഇങ്ങനെയുള്ള പല ആൾക്കാരെ കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിനകത്ത് മെയിൻ ആയിട്ടുള്ള ഒരാളാണ് എന്ത്? ബ്രോക്കർ. അപ്പം ബ്രോക്കർമാരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്താണ്? അവർ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കിപ്പം ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ പോയ ഒരു കമ്പനിയുടെ ഷെയർ ഡയറക്റ്റ്ലി വാങ്ങാൻ പറ്റത്തില്ല. അപ്പം നമ്മളെ ആ ഷെയർ വാങ്ങാനും വിൽക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആളുകളാണ് ആര്? ബ്രോക്കേഴ്സ്. നമ്മുടെ നാട്ടിൽ ഒത്തിരി ബ്രോക്കേഴ്സ് ഉണ്ട് അല്ലേ? ഇവരെല്ലാം പല കാറ്റഗറിയിലും പല ടൈപ്പിലും ഉള്ള ബ്രോക്കേഴ്സാണ്. സോ അതെന്താണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പം മെയിൻ ആയിട്ടുള്ള ചില ബ്രോക്കേഴ്സാണ് കോട്ടക് സെക്യൂരിറ്റീസ്, അപ്സ്റ്റോക്സ്, സീറോദ, ഇൻഡ് മണി, ഏഞ്ചൽ വൺ, അതേപോലെ തന്നെ തന്നെ, ഇങ്ങനെയുള്ള പല ബ്രോക്കേഴ്സിനെ നമുക്കറിയാം. സോ ഇങ്ങനെയുള്ള ബ്രോക്കേഴ്സിൻ്റെ അടുത്ത് നമ്മൾ പോയി അവർ ത്രൂ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ഡിമാറ്റ് അക്കൗണ്ടും ഒരു ട്രേഡിംഗ് അക്കൗണ്ടും എടുക്കുന്നത്. നമ്മൾ ഡിമാറ്റ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടും എന്താണെന്ന് ചെറുതായിട്ടൊന്ന് നമ്മൾ ഇതിന് മുമ്പിലത്തെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നാലും അത് കണ്ടിട്ടില്ലാത്ത ആളുകൾക്ക് വേണ്ടി ഒന്ന് സിമ്പിളായിട്ട് പറയാം. നമ്മൾ ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ ഒരു ഷെയർ വാങ്ങാനായിട്ട് നമ്മൾ ബ്രോക്കറിനോട് പറയുന്ന സമയത്ത് ഈ ബ്രോക്കർ പോയിട്ട് എന്ത് ചെയ്യും? മാർക്കറ്റിൽ പോയി പറയും, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ പോയി ആ ഒരു പർട്ടിക്കുലർ ഷെയർ ആർക്കെങ്കിലും വിൽക്കാനുണ്ടോ എന്ന് നോക്കും. അങ്ങനെ ആരെങ്കിലും അത് വിൽക്കാനുണ്ടെങ്കിൽ ആ ഒരാളുടെ കയ്യിൽ നിന്നായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്? ആ ഒരു ഷെയർ നമുക്ക് വാങ്ങിക്കൊണ്ടുവന്ന് തരുന്നത്. സോ ഇതേപോലെ തന്നെ നമുക്കൊരു സ്റ്റോക്കോ ഷെയറോ നമ്മൾ ഹോൾഡ് ചെയ്യുന്നത് വിൽക്കണമെങ്കിൽ നമ്മൾ ബ്രോക്കറിനോട് പറയും. ബ്രോക്കർ പോയിട്ട് അത് എന്ത് ചെയ്യും? ഇന്നപോലെ സ്റ്റോക്ക് വിൽക്കാനുണ്ട് എന്നുള്ളത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇടുകയും അത് വാങ്ങാനുള്ള ആളെ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തി അത് വിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ബ്രോക്കർമാരുടെ പ്രൈമറി ആയിട്ടുള്ള ഒരു ഉദ്ദേശം, അല്ലെങ്കിൽ അവരുടെ ഒരു മെയിൻ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി. നമ്മൾ സ്റ്റോക്ക് വാങ്ങുന്ന കാര്യം പറഞ്ഞു. ഇപ്പോൾ ഒരു സ്റ്റോക്ക് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കി ഒരു കമ്പനിയുടെ ഒരു 10 ഷെയറുകൾ വാങ്ങി. ഇതെവിടെ വന്ന് കിടക്കും? നോർമലി ഇത് വന്ന് കിടക്കുന്ന സ്ഥലമായിരിക്കും നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടുകൾ. സോ ഡിമാറ്റ് അക്കൗണ്ടിലായിരിക്കും നമ്മൾ വാങ്ങുന്ന ഷെയറുകളുടെ എല്ലാം എത്ര ഷെയർ ഉണ്ട്, അതേപോലെ തന്നെ ആ ഷെയർ കിടക്കുന്ന ഒരു സ്ഥലമായിരിക്കും ഡിമാറ്റ് അക്കൗണ്ട്സ്. സോ ഈ ഡിമാറ്റ് അക്കൗണ്ട്സ് നമുക്ക് ഒരു ബ്രോക്കർ ത്രൂ ആയിരിക്കും നമ്മൾ തുടങ്ങുന്നത്. ഇതേപോലെ തന്നെ രണ്ടാമത്തെ ഒരാളാണ് ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ട് എന്താ ചെയ്യുന്നത്? നമ്മൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ പോയി ഒരു ഓർഡർ പ്ലേസ് ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് വാങ്ങണമെങ്കിലും വിൽക്കണമെങ്കിലും നമ്മൾ ഫണ്ട് കൊണ്ടിടാനുള്ള ഒരു സ്ഥലമാണ് ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് ആക്ടിവിറ്റി നടത്തുന്ന സ്ഥലമാണ് ട്രേഡിംഗ് അക്കൗണ്ട്. നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ ഒരിക്കലും വെച്ചിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. പകരം എന്ത് ചെയ്യണം? നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിൽ കിടക്കുന്ന പൈസയെ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ആ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന് നിങ്ങളൊരു 5 ലക്ഷം രൂപ നിങ്ങൾ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഈ 5 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് പിന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഓർഡർ പ്ലേസ് ചെയ്ത് ഒരു സ്റ്റോക്ക് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാം. സോ ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. ഇങ്ങനെ ട്രേഡിംഗ് അക്കൗണ്ട് യൂസ് ചെയ്ത് നിങ്ങൾ ട്രേഡിംഗ് അക്കൗണ്ടിലുള്ള പൈസ വെച്ചിട്ട് നിങ്ങൾ ഒരു ഷെയർ വാങ്ങിക്കഴിഞ്ഞാൽ അത് വന്ന് കിടക്കുന്ന സ്ഥലം ഡിമാറ്റ് അക്കൗണ്ട്. സോ ഇതിൻ്റെ എല്ലാം പ്രോപ്പർ ആയിട്ടുള്ള ട്രാക്ക് റെക്കോർഡ്സും ഇത് എത്ര ഷെയർ ഉണ്ടെന്നുള്ളതെല്ലാം കീപ്പ് ചെയ്യുന്ന, അതിൻ്റെ ഫുൾ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് ഡെപ്പോസിറ്ററീസ്. അതിലേക്കൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് വരാം. സോ അപ്പം നിങ്ങൾക്ക് ഏകദേശം ഇപ്പം ട്രേഡിംഗ് അക്കൗണ്ട് എന്താണെന്ന് ഡിമാറ്റ് അക്കൗണ്ട് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഇത് പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് ബ്രോക്കേഴ്സ് എന്ന് മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഈ ട്രേഡിംഗ് അക്കൗണ്ടും ഡിമാറ്റ് അക്കൗണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. അപ്പം നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? ട്രേഡിംഗ് അക്കൗണ്ടും ഡിമാറ്റ് അക്കൗണ്ടും. സോ അതിനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കോട്ടക് സെക്യൂരിറ്റീസ്, അപ്സ്റ്റോക്സ്, സീറോദ, ഇൻഡ് മണി, ഈ 4 പ്ലാറ്റ്ഫോംസിൻ്റെ അല്ലെങ്കിൽ 4 ബ്രോക്കേഴ്സിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾക്ക് ആ ലിങ്ക് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യാനും അതിനകത്ത് KYC പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റും ട്രേഡിങ്ങും ഒക്കെ ചെയ്ത് തുടങ്ങാവുന്നതുമാണ്. ആ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, സ്റ്റോക്ക് മാർക്കറ്റിലെ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റുകളും ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. അതുകൊണ്ട് തന്നെ ആ സ്റ്റോക്കുമായിട്ട് അല്ലെങ്കിൽ ആ ഷെയറുമായിട്ട് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടോ അല്ലെങ്കിൽ ഫണ്ടോ എന്തോ ആവട്ടെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും വായിച്ച് മനസ്സിലാക്കി
പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്തതിന് ശേഷം സ്വന്തം റിസ്കിൽ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുക. കാരണം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്നും പറഞ്ഞ് ഓടിപ്പോയി ആരും ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. പ്രോപ്പറായിട്ടുള്ള അനലൈസേഷൻ വേണം. അതേപോലെ തന്നെ നമുക്ക് എത്രത്തോളം റിസ്ക് എടുക്കാൻ പറ്റുമെന്നുള്ളതിനെയൊക്കെ മനസ്സിലാക്കിയിട്ട് സ്വന്തം റിസ്കിൽ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ് സ്റ്റോക്ക് മാർക്കറ്റിലെ ഇൻവെസ്റ്റ്മെൻറ്റ്സ്. അപ്പോൾ ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസ് അല്ലെങ്കിൽ ഇൻഫർമേഷന് വേണ്ടിയുള്ള ഒരു വീഡിയോ മാത്രമായിട്ടാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയ്ക്കകത്തേക്ക് വരാം. ബ്രോക്കേഴ്സ് ഇപ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ബ്രോക്കേഴ്സ് 2 ടൈപ്പ് ഉണ്ട്. ആരൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫുൾ സർവീസ് ബ്രോക്കറും സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഡിസ്കൗണ്ട് ബ്രോക്കറും. അപ്പോൾ ഈ ഫുൾ സർവീസ് ബ്രോക്കർ ആരാ? ഫുൾ സർവീസ് ബ്രോക്കേഴ്സ് എന്ന് പറയുന്നത് അവർ എല്ലാ സർവീസസും ഒരു കസ്റ്റമറിന് കൊടുക്കുന്ന ആൾക്കാരായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങൾക്ക് വലിയ ട്രേഡിങ്ങും ഇൻവെസ്റ്റ്മെൻറ്റിനും വലിയ ഐഡിയ ഒന്നും ഇല്ലാത്ത ആളാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലാത്ത ആളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് വേണ്ടി വരും അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ ഫുൾ സർവീസ് ബ്രോക്കേഴ്സ് പലതരത്തിലുള്ള സജഷൻസും ഇൻവെസ്റ്റ്മെൻറ്റ് ഐഡിയാസും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അങ്ങനെയുള്ള സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഫുള്ള് സർവീസസ്, സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരുതരം ബ്രോക്കേഴ്സാണ് ഫുൾ സർവീസ് ബ്രോക്കേഴ്സ്. അപ്പോൾ ഇവർക്ക് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഇപ്പം സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലാത്ത ആളുകൾ ഒരു പരിധി വരെ ഇത് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. പക്ഷേ അതേസമയം തന്നെ ഇവരുടെ ഫീസസ് ഭയങ്കര കൂടുതലായിരിക്കും. അതേപോലെ തന്നെ ഇവരുടെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാവുന്ന ഒരു കാര്യം, ഇവർക്ക് നാട്ടിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിലുള്ള ഏകദേശം മെയിൻ ആയിട്ടുള്ള ടയർ 1, ടയർ 2, ടയർ 3 സിറ്റികളിലെല്ലാം തന്നെ ഇവർക്ക് ഓഫീസസ് ഉണ്ടാവും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു കൺസേൺ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് പോയി അത് പരിഹരിക്കാനും അതേപോലെ തന്നെ ഡൗട്ട്സ് വിളിച്ചു ചോദിക്കാനായിട്ട് നമ്മുടെ ലോക്കൽ ലാംഗ്വേജിലുള്ള സപ്പോർട്ടും ഒക്കെ ചിലപ്പം ഫുൾ സർവീസ് ബ്രോക്കർ വഴി നമുക്ക് കിട്ടാറുണ്ട്. അതേസമയം നമ്മൾ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിലേക്ക് വരുന്ന സമയത്ത് ഇത് അങ്ങനെയല്ല കാര്യങ്ങൾ. അവിടെ വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചൊക്കെ അറിവുള്ള ആളുകൾക്കായിരിക്കും കുറച്ചുകൂടെ ഡിസ്കൗണ്ട് ബ്രോക്കറിനെ കൊണ്ടുള്ള ഉപകാരം കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഇവിടെ പല സർവീസസും അവർ ഒഴിവാക്കിക്കൊണ്ടായിരിക്കും ഈ ഡിസ്കൗണ്ട് ബ്രോക്കറുകൾ വർക്ക് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള സജഷൻസ് കൊടുക്കുന്നതും അങ്ങനെയുള്ള സപ്പോർട്ടുകളും എല്ലാം ഒഴിവാക്കി ഒരു അത്യാവശ്യം ഇതിനെക്കുറിച്ചൊക്കെ നോളജ് ഉള്ള ഒരാൾക്ക് ചെയ്യാൻ പാകത്തിന് ഉള്ളൊരു സർവീസ് ആയിരിക്കും. അപ്പോൾ എന്തായിരിക്കും അവിടെ ലാഭം? അവിടെ നമുക്ക് ചിലവ് കുറവായിരിക്കും. ആ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതേപോലെ തന്നെ ഇവർക്ക് എല്ലാ നാട്ടിലെ എല്ലാ മെയിൻ സിറ്റികളിലും ഒന്നും ഓഫീസസ് കാണത്തില്ല. ഇവർക്ക് ഓൺലൈൻ ആയിരിക്കും ഇവരുടെ പ്രസൻസ് കൂടുതലും. അതുകൊണ്ട് തന്നെ ഈ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഡൗട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വിളിച്ച് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ലോക്കൽ ലാംഗ്വേജിലൊന്നും നമുക്ക് ചിലപ്പോൾ ഹിന്ദിയോ ഇംഗ്ലീഷോ ഒക്കെ അറിയേണ്ടി വരും. പക്ഷേ എന്നിരുന്നാൽ പോലും സർവീസ് ചാർജ് വൈസ് നമുക്ക് ഒത്തിരി ലാഭമുണ്ട്. കാരണം ഇവരുടെ ഓഫീസ് ഒത്തിരി എണ്ണം കുറവാണ്. അതുകൊണ്ട് തന്നെ അതിന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ളതും സ്റ്റാഫിൻ്റെ എണ്ണത്തിൽ വരുന്ന വർധനവ് കൊണ്ടുള്ള ചാർജസും ഒന്നും ഇല്ലാതെ വളരെ ചെറിയൊരു ഫീസിൽ നമുക്ക് ട്രേഡ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റീസ് നടത്താൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കൗണ്ട് ബ്രോക്കർ ത്രൂ നമ്മളൊരു ഓർഡർ പ്ലേസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓർഡർ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വരുന്ന ചാർജസ് എന്ന് പറഞ്ഞാൽ അവർക്ക് വരുന്നൊരു ചെറിയ ചാർജ്, ട്രാൻസാക്ഷൻ ഫീ, അതേപോലെ തന്നെ സ്റ്റാമ്പിംഗ് ഡ്യൂട്ടി, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മൾ ഡിസ്കൗണ്ട് ബ്രോക്കർ വഴി ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് വരുന്നത്. അതേസമയം നമുക്ക് ഒരു ഫുൾ സർവീസ് ബ്രോക്കർ വയ്ക്കുമ്പോൾ അവർക്ക് നമുക്ക് മാസം അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോഴുള്ള ചാർജസ്, അതേപോലെ തന്നെ അവരുടെ സർവീസസിന് വേറെ ചാർജസ്, ഇനി നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ വരുന്ന ചാർജസ്, ഇങ്ങനെയുള്ള പല ചാർജസ് വരാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഒരു ബ്രോക്കർ എന്താണെന്നും അവരുടെ ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്നും അവരെന്താണ് മാർക്കറ്റ് ചെയ്യുന്നതെന്നും എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു ഇത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം, നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് നമ്മളെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുന്ന കാര്യം കൂടെ പരിഗണിക്കുക. അപ്പോൾ ഇനി വരുന്ന വീഡിയോസിൽ നമ്മൾ അതനുസരിച്ച് കൂടുതൽ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കണ്ടൻസ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളെ ഇനി മുന്നോട്ട് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രചോദനമായിട്ട് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ഡെഫിനറ്റ്ലി വേണം. സോ അതുകൊണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കാം. നമ്മുടെ ഡിസ്ക്രിപ്ഷനകത്ത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐഡിയുടെയും ഫേസ്ബുക്കിൻ്റെ ഒക്കെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ നമുക്ക് കമൻറ്റ് ബോക്സ് വഴി നമ്മളോട് ഡൗട്ട്സ് ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും ഒക്കെ നമ്മളോട് പറയാവുന്നതാണ്. അങ്ങനെയാണ് ഈ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരെ ടേക്ക് കെയർ, ബൈ.